السلام عليكم ورحمة الله وبركاته. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുവാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ 19 ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയത്. ഇനി 20-ാമത്തെ ആയത്ത് മുതൽക്കാണ് ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് മനസ്സിലാക്കാൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وشجرة تخرج من طور سيناء تنبت بالدهن وسبغ للآكلين وإن لكم في الأنعام لعبرة نسقيكم مما في بطونها ولكم فيها منافع كثيرة ومنها تأكلون. وشجرة تخرج, അവിടെ വശജറത്തൻ തൻവിൻ ഇൽഹാർ ചെയ്യാൻ പാടില്ല. വശജറത്തൻ തഖ്റുജു, തഖ്റുജു എന്നാണ്, ഖാഇന് സുക്കൂനാണ്. തഖ്റുജു മിൻ തൂരി സീന, മിൻ ഇൽഹാർ ചെയ്യാൻ പാടില്ല, നൂൻ ഇൽഹാർ ചെയ്യാൻ പാടില്ല. മിൻ തൂറല്ല, തൂറാൻ. ത്വ എന്നാണ്, ത അല്ല. വത്തൂരി വസ്സൈത്തു എന്നുള്ള. മിൻ തൂരി സൈന, സൈന അവിടെ അംസ് വന്നുകൊണ്ട് നീട്ടണം. തമ്പുത്തു, നൂന് സാക്കിനത്താണ്, അതിനുശേഷം ബാ വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നൂന് സാക്കിനായ മീമിനെ, സാക്കിനായ നൂനിനെ മീമാക്കി മറിക്കണം, എന്നിട്ട് മണിക്കണം. തമ്പുത്തു, തമ്പുത്തു ബിദ്ദുഹ്നി വ സ്വബ്ഗൻ ലിൽ, സ്വാദാണ്, സ്വബ്ഗൻ ലിൽ ആകിലീൻ. അതേപോലെ തന്നെ വഇന്ന ലക്കും ഫിൽ അൻആമി ലഇബ്റ, നിർത്താണെങ്കിൽ ലഇബ്റ, നിർത്താതെ ഓതാണെങ്കിൽ ലഇബ്റതൻ, അവിടെ നൂനപ്പ തൻവീൻ മണിക്കേണ്ടി വരും. ഇബ്റതൻ നുസ്ഖീകും, അവിടെ മീമു സാക്കിനത്തായ മീമുണ്ട്. നമ്മൾ പറഞ്ഞു സാക്കിനത്തായ മീമിന് 2 നിയമങ്ങളാണ്. അതായത് ഒന്ന് സാക്കിനായ മീമിന് ശേഷം മീമ് വരിക, അല്ലെങ്കിൽ ബാ വരിക. ഇവിടെ മീമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മീമ് വന്നു കഴിഞ്ഞാൽ ഇദ്ഗാം ബിഗുന്ന ചെയ്യണം. മീമിനെ മറ്റേ മീമിലേക്ക് എന്ത് ചെയ്യണം? ചേർത്ത് മണിക്കണം. അപ്പോൾ നുസ്ഖീകും മിമ്മ, നുസ്ഖീകും മിമ്മ എന്നല്ല, നുസ്ഖീകും മിമ്മ ഫീ ബുത്തൂനിഹാ. പിന്നെ നോക്കുക, വലക്കും ഫീഹ, വലക്കും എന്നോതാൻ പാടില്ല, പല ആളുകളും തെറ്റിച്ചാണ് ഓടുന്നത്. വലക്കും ഫീഹ മനാഫിഉ കസീറ വമിൻഹാ തഅകുലൂൻ. വമിൻഹ നൂന് സാക്കിനത്താണ്, വമിൻഹാ തഅകുലൂൻ. അപ്പോൾ നോക്കാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നമ്മൾ മഴയെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ആയത്ത് വിശദീകരിച്ച് പറഞ്ഞു. വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദരിൻ ഫഅസ്കന്നാഹു ഫിൽ അർളി വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറുൻ. പിന്നെ പറഞ്ഞു ഫഅൻശഅനാ ലക്കും, മഴയിൽ നിന്ന് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നഖീലുകൾ, ഈന്തപ്പന, അതുപോലെ തന്നെ ഈത്തപ്പഴം, വഅനാബിൻ, ഐനബ് മുന്തിരി നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. അതിലൊരുപാട്, അതുപോലെ തന്നെ ഒരുപാട് ഫവാക്കികളും ഫലവർഗ്ഗങ്ങളും
നിങ്ങൾക്ക് ഭക്ഷിക്കാൻ നൽകിയിട്ടുണ്ട്. പിന്നെ അള്ളാഹു പറയുന്നു വശജറത്തൻ, ഈ മഴ കൊണ്ട് നാം ഒരു മരത്തെ മുളപ്പിക്കുന്നു. ഷജറുൻ എന്ന് പറഞ്ഞാൽ മരത്തിന്റെ ജിൻസിനാണ് പറയാം, അതായത് ആ വർഗത്തിന് പറയാം. ഷജറത്തുൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഒരു പ്രത്യേകമായ മരം, അതാണ് ഷജറത്തു എന്ന് പറയുന്നത്. ഷജറുൻ എന്ന് പറഞ്ഞാൽ ഏത് മരമൊക്കെ. അപ്പൊ ഇതുപോലെ ബക്കറുൻ ബക്കറത്തുൻ, നമ്മൾ സാധാരണ ബക്കറുൻ എന്ന് പറഞ്ഞാൽ ആ പശുവിൻ്റെ ജിൻസിനാണ് പറയുക ബക്കറുൻ. ബക്കറത്തുൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ പശു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറതൻ എന്ന് പറയും. അതുപോലത്തെ ഷജറത്തൻ, ആ താഴ് ഒരു പ്രത്യേകതയെ കുറിക്കുന്നതാണ്. ഓഷജറത്തൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ മരം. അതേതാണ് ആ മരം? തഖ്റുജു, അത് പുറത്തേക്ക് വരുന്നു. മിൻ തൂരി സീന, തൂരി സീന മലയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു വൃക്ഷമാണത്. അതേതാണ്? അത് സൈത്തൂനാണ്. സൈത്തൂൻ എന്ന് പറഞ്ഞാൽ ഒലീവ് മരം. ഇപ്പം സൈത്തെണ്ണ ഉണ്ടാക്കണ, അതായത് ഒലീവ് എണ്ണ എടുക്കുന്ന സൈത്തൂൻ മരമാണ് തൂരി സീന പർവ്വതത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഈ തൂരി സീന പർവ്വതത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ ചോദിച്ചാൽ, ആ സ്ഥലം മുബാറക്കാണ്. ആ സ്ഥലം എന്താണ്? പവിത്രമുള്ളതാണ്. അതായത് ആ സ്ഥലത്തിന് എങ്ങനെ പവിത്രത കിട്ടിയത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുമായിട്ട് സംസാരിച്ച, അള്ളാഹു സുബ്ഹാനഹു വതആല മൂസാ നബിക്ക് തൗറാത്ത് കൈമാറിയ, വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആല വരാൻ വേണ്ടി പറഞ്ഞ 40 ദിവസം വരാൻ വേണ്ടി പറഞ്ഞ സ്ഥലമാണ് തൂരി സീന പർവ്വതം. ഇന്ന് മിസ്റിൻ്റെ ഒരു ഭാഗത്തും ഫലസ്തീൻ്റെ ഒരു ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് തൂരി സീന പർവ്വതം. ആ തൂരി സീന പർവ്വതത്തിൽ നിന്നാണ്, ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് തൂരി സീന പ്രദേശം. ഫലസ്തീൻ അടക്കമുള്ള, ഷാമിൽ അടക്കമുള്ള പ്രദേശമാണ്. അപ്പം ആ സ്ഥലത്തിൽ നിന്നാണ് ഇത് പുറത്തേക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ, പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, തഫ്സീറിൽ കാണാം, യഥാർത്ഥത്തിൽ ഒലീവ് മരം തൂരി സീനയിൽ മാത്രമല്ല പുറത്തേക്ക് വരുന്നത്, അല്ലാത്ത സ്ഥലങ്ങളിലും, അതായത് മറ്റു സ്ഥലങ്ങളിലും ഒലീവ് മരങ്ങൾ കാണപ്പെടാറുണ്ട്. പക്ഷേ തൂരി സീന മലയിൽ നിന്ന് വരുന്ന പിന്നെ ഒലീവ് മരം എന്ന് പ്രത്യേകമായിക്കൊണ്ട് പറയാൻ കാരണം 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ അതായത് സൈത്തൂൻ മരത്തിൻ്റെ തുടക്കം തൂരി സീനയിൽ നിന്നാണെന്ന് ചില തഫ്സീറുകൾ കാണാൻ കഴിയും. അതായത് തൂരി സീന മലയിൽ നിന്നാണ് ആദ്യമായി സൈത്തൂൻ വൃക്ഷം ഉണ്ടായത്. രണ്ടാമത്തെ ഒരു പ്രത്യേകത, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സ്ഥലത്തിന് പ്രത്യേകത ഉണ്ട്. ഈ സ്ഥലത്തിന് പ്രത്യേകത ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മരങ്ങൾക്കടക്കം പ്രത്യേകത ഉണ്ടോ? ഉദാഹരണം പറയാം, കഅബക്ക് പ്രത്യേകത ഉണ്ടോ? ഉണ്ടല്ലോ. ആ കഅബയുടെ അടുത്തിൽ നിന്നാണ് എന്ത് പുറത്തേക്ക് വന്നത്? സംസം. അതുകൊണ്ട് തന്നെ എന്തായി? ആ സംസം നിൽക്കുന്ന പ്രദേശത്തിന് ബർക്കത്തുള്ളതുകൊണ്ട് തന്നെ സംസമിന് എന്തുണ്ട്? ബർക്കത്തുണ്ട്, ഉണ്ടല്ലോ. ഇതേപോലെ തന്നെ മദീനക്ക് ഹറമിന് പ്രത്യേകത ഉണ്ടോ? ഉണ്ട്. മദീന ഹറമിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ മക്ക ഹറമിനുള്ള പ്രത്യേകത പോലെ തന്നെ മദീനക്കുണ്ട് ഹറമിൽ. പക്ഷെ ആ രണ്ട് ഹറമുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മക്കയും മദീനയും തമ്മിൽ 2 ഹറമാണല്ലോ, അല്ലേ? ഹറമീനിയാണ്. പക്ഷെ ആ മക്ക ഹറമും മദീന ഹറമും തമ്മിൽ വ്യത്യാസം എന്താ അറിയാം? നിസ്കരിച്ചാൽ അത് പള്ളിക്കുള്ളത്. അല്ല, അത് വട്ടത്തിൽ നിസ്കരിക്കുന്ന കഅബള്ളോണ്ടാ, അതല്ല. അതായത് മക്ക ഹറമിലേക്ക് മക്കം ഫത്തിന് ശേഷം കാഫിര്യങ്ങൾക്ക് എന്തില്ല? ഫലാ യഖ്റുബന്ന, പിന്നെ അൽ മസ്ജിദ് എന്താണ് ഹജ്ജ്, അതായത് ഹജ്ജത്തുൽ വദാഇന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ത് ഉണ്ടായല്ലോ. മക്കം ഫത്തിന് ശേഷം, മക്ക ഫത്താക്കിയതിന് ശേഷം കാഫിര്യങ്ങൾക്ക് കഅബയുടെ ഹറമിലേക്ക് എന്തില്ല? പ്രവേശനം ഇല്ല. മനസ്സിലായില്ലേ? ഈ ബഅദ ആമീം ഹാദ എന്നുള്ള ആയത്ത്, ഈ വർഷത്തിന് ശേഷം മക്കയിലേക്ക് പ്രവേശനമില്ല. പക്ഷെ മദീനയുടെ ഹറമാണെങ്കിൽ കാഫിര്യങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രവേശിക്കാം. അപ്പം നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഉണ്ടാകുമ്പോൾ അവിടെ ആര് വരാറുണ്ട്? മദീന ജൂതന്മാരുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ദീൻ പഠിക്കാൻ വേണ്ടി ഇസ്ലാം ആകാത്ത മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ വരാറുണ്ട്. പക്ഷെ ഒരു ഷർത്തുണ്ട്.
എന്താ ഷർത്ത് ചോദിച്ചാൽ അവിടെ രാത്രി താമസിക്കാൻ പാടില്ല. എവിടെ? മദീന ഹറമിന്റെ ഉള്ളിൽ. മദീന ഹറമിൽ കാഫിര്യങ്ങൾക്ക് പ്രവേശിക്കാം, പക്ഷെ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? മബീത്ത് പാടില്ല. മബീത്ത് എന്ന് പറഞ്ഞാൽ രാത്രി താമസിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞ വിഷയം അതല്ല. മദീന ഹറമിന്റെ മണ്ണിന് പ്രത്യേകത ഉണ്ടോ? ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ മന്ത്രിക്കുമ്പോൾ, റുഖിയ നടത്തുമ്പോൾ, ബിതുർബത്തി അർദിന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ അവിടുത്തെ ഉമിനീര് മദീനയുടെ മണ്ണിൽ തട്ടിച്ച് ചിലപ്പോൾ രോഗിയുടെ ശരീരത്തിൽ എന്ത് ചെയ്യാറുണ്ട്? വെക്കാറുണ്ട്. അപ്പം ആ മണ്ണിന് പ്രത്യേകത ഉണ്ട്, തൈബ. മനസ്സിലല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ മദീനയിലെ അജ്വക്കും പ്രത്യേകത ഉണ്ട്. മദീനയിലെ അജ്വക്ക് പ്രത്യേകത ഉണ്ട്. കാരണം സുഖസം പറഞ്ഞ എന്താ? അജ്വ 7 അജ്വാക്കാരക്ക, അത് മദീനത്തെ അജ്വൻ, 7 അജ്വാക്കാരക്ക വെറും വയറ്റിൽ രാവിലെ ഒരാൾ തിന്നാൽ അവന് സുമ്മ് ബാധിക്കൂല, സിഹറും ബാധിക്കൂല. സുമ്മു എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ മനസ്സിലാക്കി എന്താ വെച്ചാൽ ഈ ഹദീസിനെ ചില ആൾക്കാർ പരിഹസിക്കലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 7 അജ്വാക്കാരക്ക തിന്നാൽ അവന് സുമ്മു ബാധിക്കൂല. സുമ്മു ബാധിക്കൂല എന്ന് പറഞ്ഞാൽ വിഷം തീണ്ടൂല. അപ്പം ചില ആൾക്കാർ ചോദിക്കും, ഞങ്ങൾ ഒരു ലോഡ് അജ്വാക്കാരൊക്കെ കൊണ്ടുവന്നുതരാം, നിങ്ങൾ കുരുടാൻ കലക്കി തന്ന കുടിക്കോ എന്നൊക്കെ ചില ജാഹിലിങ്ങൾ ചോദിക്കലുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഹദീസിൽ പറഞ്ഞ സുമ്മ് എന്ന് പറഞ്ഞാൽ കുരുടാൻ കലക്ക് അല്ലെങ്കിൽ മൂർക്കം പാമ്പ് കുത്തിയ മരിക്കൂല എന്നല്ല. സുമ്മ് എന്ന് പറഞ്ഞാൽ ഇബ്നുൽ അസീർ അദ്ദേഹത്തിൻ്റെ ഗരീബുൽ ഹദീസ് വിശദീകരിക്കുകയാണ്. അതായത് വിഷം തീണ്ടിയാൽ മരിക്കാത്ത വിഷം, ഏതുപോലെ പഴുതാര, അതുപോലെ തന്നെ തേള്, ഇങ്ങനത്തെ വിഷം ഉണ്ടല്ലോ, അത് വിഷമുണ്ടാവും, പക്ഷെ ആ വിഷം കൊണ്ടൊരു മനുഷ്യൻ എന്ത് ചെയ്യൂല? മരിച്ചു പോവില്ല. അപ്പം അങ്ങനത്തെ വിഷം ഒരു മനുഷ്യൻ എന്ത് ചെയ്യൂല? ഏൽക്കുകയില്ല. അതുപോലെ തന്നെ സിഹറിൻ്റെ പ്രയാസങ്ങളും ആ മനുഷ്യനുണ്ടാവില്ല. പക്ഷെ കണ്ടീഷൻ എന്താണ്? അജ്വാക്കാരക്ക വെറും വയറ്റിൽ 7 കഴിക്കണം. പക്ഷെ മദീനത്തെ അജ്വയാണ് റസൂലുള്ള പറയുമ്പോൾ ആ അജ്വ ഏതാ? അജ്വ സാധാരണ നല്ല അജ്വ എന്ന് പറഞ്ഞാൽ മദീനത്തുണ്ടാണ് അജ്വൻ. അത് പറഞ്ഞ വെച്ചാൽ അതാ ഭൂമിയുടെ ബർക്കത്താണ്. മനസ്സിലല്ലേ? അതായത് ഒരു 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 നല്ല മനുഷ്യന്മാർ ഒരു സ്ഥലത്ത് ജീവിക്കുമ്പോൾ ആ ഭൂമിക്കും അതിൻ്റെ അസറുണ്ടാവും. എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളിയാകാൻ കാരണം? അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ അബഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ എന്ന് പറഞ്ഞില്ലേ? അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം അങ്ങാടികളാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളിയാണ്. എന്താ ഇപ്പോൾ മോങ്ങത്തങ്ങാടി, മോങ്ങത്തെ പള്ളിയും അങ്ങാടിയിൽ തന്നെ പള്ളി. പക്ഷെ പള്ളിക്ക് പ്രത്യേകത എന്താ? അവിടെ അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്ന, അവിടെ ദിക്റുകളും ദുആകളും നടക്കുന്ന സ്ഥലമാണ്. ഇപ്പം കഅബ ഉണ്ടാക്കിയ എന്തുകൊണ്ടാ? സ്വർണം കൊണ്ടാ? അല്ലല്ലോ, കല്ലുകൊണ്ട് തന്നെയല്ലേ? അല്ലേ? എവിടുന്ന കല്ലെടുത്തുണ്ടായി? ഇബ്രാഹിം നബി എവിടുന്ന കല്ലെടുത്തുണ്ടാകുക? ആ മക്കയിൽ നിന്ന് തന്നെ കല്ലെടുത്തുണ്ടാകുക. അല്ല, സ്വർഗത്തിൽ നിന്നുണ്ടെന്ന് ആകെ ജലവസതല്ലേ ഉള്ളൂ. പക്ഷെ ആ കല്ലിന് പ്രത്യേകത എന്തുകൊണ്ട് വന്നു? ആ സ്ഥലത്തിനും അത് ഉണ്ടാക്കിയ ആൾക്കും പ്രത്യേകത. ഇതേപോലെ തൂരി സീന പർവ്വതത്തിൽ നിന്ന് വരുന്ന ഈ ജെയ്ത്തെണ്ണ തൂരി സീനയിൽ നിന്ന് മാത്രമല്ല വരുന്നത്. പക്ഷെ തൂരി സീനയിൽ നിന്ന് ജെയ്ത്തെണ്ണക്ക് അതാണ് ബുഖഅത്തിന്റെ ഒരു ആ സ്ഥലത്തിന് പ്രത്യേകത ഉണ്ട്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് വശജറത്തൻ തഖ്റുജു മിൻ തൂരി സീന. തൂരി സീനയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു മരം, അതായത് പുറത്തേക്ക് വരുന്ന അവിടെ ഉണ്ടാകുന്ന ഒരു മരം, അത് ജെയ്ത്തൂൻ മരമാണ്. ഈ ജെയ്ത്തൂൻ മരത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ സത്യം ചെയ്തു, വത്തൂരി വത്തീനി വസ്സൈത്തൂൻ. അത്തിമരവും തീന്നറ വസ്സൈത്തൂൻ, ജെയ്ത്തൂൻ എണ്ണയും. അതായത് അപ്പോൾ മരത്തെ അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, ആ പ്രദേശത്തെ അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി ആ മരത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ സെയ്ത്തൂൻ മരത്തിൽ നിന്നാണ് തമ്പുത്തു ബിദ്ദുഹുൻ. ദുഹുൻ എന്ന് പറഞ്ഞ എണ്ണ പുറത്തേക്ക് വരും, അതായത് ജെയ്ത്തെണ്ണാണ് ഉദ്ദേശം. അപ്പോൾ ആ ജെയ്ത്തെണ്ണ ശരിക്കും ദഹനം എന്ന് പറഞ്ഞാൽ ഈ തലയിൽ എണ്ണ തേക്കണം എന്നിട്ട് പറയാം. തലയിൽ തേക്കാൻ പറ്റിയ, അതുപോലെ തന്നെ ഭക്ഷണം പാകാൻ പറ്റിയതാണ് ദുഹുൻ എന്ന് പറഞ്ഞത്, എണ്ണ. അപ്പോൾ ഈ ജെയ്ത്തെണ്ണയുടെ പ്രത്യേകത എന്താ ചോദിച്ചാൽ, ഒന്ന് ഖുർആനിൽ പരാമർശിക്കപ്പെട്ടു എന്നുള്ളത് തന്നെ. കാരണം
അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആനിലൊരു കാര്യത്തെ പരാമർശിച്ചു കഴിഞ്ഞാൽ അതിലൊന്നിന് ബർക്കത്തുണ്ടാവും, രണ്ടാമത് ഖിയാമത്ത് നാൾ വരെ അതിന് സ്ഥായീഭാവം ഉണ്ടാവും. കാരണം അള്ളാഹു ഖുർആനിൽ പറഞ്ഞൊരു കാര്യം മനുഷ്യന്മാർക്ക് ഖുർആൻ ഓതുന്ന കാലത്തോളം അതെന്തുണ്ടാവും, ലോകത്ത് നിലനിൽക്കും. അതിൻ്റെ പ്രത്യേകത മനസ്സിലായേ? അതായത് ആ ജെയ്ത്തെണ്ണയാണെങ്കിലും അതുപോലെ തന്നെ ജെയ്ത്ത് മരമാണെങ്കിൽ ജെയ്ത്തൂൻ മരമാണെങ്കിലും ഖുർആനിൽ അത് പരാമർശിക്കപ്പെട്ടതോടുകൂടി അതിന് പ്രത്യേകത വന്നു, അതിന് നിലനിൽപ്പുണ്ടായി. രണ്ടാമത് പണ്ട് കാലം മുതലേ ജെയ്ത്തെണ്ണ അത് നല്ലൊരു ഔഷധമായി ഉപയോഗിക്കലുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിരുന്നു. തിർമിദി ഉദ്ധരിച്ച ഹദീസിൽ നിങ്ങൾ ജെയ്ത്തെണ്ണ ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഹദീസിൽ ചെറിയ ളുഅഫൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മുറിവ് ഉണങ്ങാൻ വേണ്ടി ജെയ്ത്തെണ്ണ ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തലയിൽ ജെയ്ത്തെണ്ണയാണ് ഇട്ടിരുന്നത്. എന്താ അവിടെ നമ്മുടെ നാട്ടിൽ പോലത്തെ വെളിച്ചെണ്ണ ഒന്നും അവിടെ അല്ലല്ലോ. പൈസ ഉണ്ടാവും, അത് നല്ല സാധനത്തിന് ക്വാളിറ്റിക്കനുസരിച്ച് പൈസ ഉണ്ടാവില്ല. നമ്മൾ ഈ കൊട്ടത്തേങ്ങ ഇതാക്കണ മോഡലല്ലല്ലോ അത്. കാരണം ലഭ്യത കുറവുള്ളതുകൊണ്ട് അതിന് മൂല്യം കൂടും. അതുപോലെ തന്നെ ഈ ജെയ്ത്തൂൻ മരത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ആയിരക്കണക്കിന് വർഷങ്ങൾ ഈ മരം ഉണ്ടാവുന്ന ജീവിക്കുന്ന, അതായത് ഏത് കഠിനമായ വരൾച്ചയെയും അതുപോലെ തന്നെ കഠിനമായ ഏത് കാലാവസ്ഥയും പ്രതിരോധിച്ച് നിൽക്കാനുള്ള ഒരു ശേഷി എന്തിനുണ്ട്, ഈ ജെയ്ത്തൂൻ മരത്തിനുണ്ട്. അപ്പം ഇങ്ങനെ ചില പ്രത്യേകതകളൊക്കെ പിന്നെ ജെയ്ത്തൂൻ ഉണ്ട്. മാത്രമല്ല ഇപ്പോൾ ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ഹൃദയരോഗത്തെയും മറ്റൊക്കെ ഒരുപാട് പ്രതിരോധിക്കുന്ന അതുപോലെ തന്നെ ചില പിന്നെ ആരോഗ്യപരമായ ഗുണങ്ങളൊക്കെ ഇതിനുണ്ട്. ഇനി മാത്രമല്ല ഇതിന് മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പോൾ സൂറത്തു നൂറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ പ്രകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹു നൂറു സമാവാതി വൽ അർദി മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ്. അള്ളാഹു ആകാശഭൂമികളുടെ പ്രകാശമാണ്. അവൻ്റെ പ്രകാശത്തിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ അതൊരു മിഷ്കാത്ത് പോലെ. മിഷ്കാത്ത് എന്ന് പറഞ്ഞാൽ ഈ പണ്ടൊക്കെ പത്ത് കുട്ടിയൊക്കെ പണ്ടൊക്കെ ഈ കറണ്ടൊന്നും ഇല്ലാത്ത കാലത്ത് ചുമരുമ്മിലൊരു മാറുണ്ടാവും വിളക്ക് വെക്കാൻ. അത് അവിടെയാണ് വിളക്ക് വെക്കുക. അതെന്താ വെച്ചാൽ പിന്നെ കാറ്റടിച്ചാൽ കെടൂല. അതാണ് മിഷ്കാത്ത് എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ വിളക്കുമാടെന്ന്. ശരിക്കും വിളക്കുമാടം ഒരു മാടുണ്ടാവും. അപ്പോൾ ഒരു മിഷ്കാത്ത് പോലെയാണ് അള്ളാഹുവിൻ്റെ പ്രകാശം. ആ മിഷ്കാത്തിൽ എന്തിനു ഫിഹാ മിസ്ബാഹ്, ആ വിളക്കുമാടത്തിൽ എന്തുണ്ട്, ഒരു വിളക്കുണ്ട്. അൽ മിസ്ബാഹ ഫി സുജാജ, ആ വിളക്കാകട്ടെ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലാണ്. അസുജാജത്തു, ആ ഗ്ലാസ് എന്ത് ചെയ്യുന്നുണ്ട്, കഅന്നഹ കൗകബുൻ ദുർരി, ഒരു തിളങ്ങുന്ന നക്ഷത്രത്തെ പോലെ ഉണ്ട്. യൂഖദു, ആ മിസ്ബാഹ്, ആ പിന്നെ എണ്ണ അല്ലെങ്കിൽ ആ പിന്നെ എന്താ പറയുക വിളക്ക് കത്തിക്കപ്പെടുന്നത് മീ ഷജറത്തിൻ മുബാറക്കത്തിൻ സൈത്തൂനത്തിൻ, പരിശുദ്ധമായ ജെയ്ത്ത് എണ്ണയുടെ, അത് ആ മരത്തിൽ നിന്നാണ്, അതിൻ്റെ എണ്ണ കൊണ്ടാണ് അഥവാ ജെയ്ത്തെണ്ണ കൊണ്ടാണ് ഈ വിളക്ക് കത്തിക്കപ്പെടുന്നത്. അവിടെ ആ മരത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു മുബാറക്കത്തുൻ, പരിശുദ്ധമായ ബർക്കത്തുള്ള മരമാണിത് ജെയ്ത്തൂൻ മരം. ആ ജെയ്ത്തൂൻ മരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എണ്ണയും എന്താണ്, മുബാറക്കത്താണ്. അപ്പം അള്ളാഹു അവൻ്റെ പ്രകാശത്തെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ആയത്തിൽ പരാമർശിക്കപ്പെട്ടൊരു മരമാണ് ജെയ്ത്തൂൻ മരം. മാത്രമല്ല ലാ ഷർഖിയത്തിൻ വലാ ഗർബിയത്തിൻ യക്കാദു സൈത്തുഹ യുളിഉ വലൗ ലം തംസസ്ഹു നാർ, ഒരു തീ അതില്ല, ആ എണ്ണ തന്നെ ശരിക്ക് പ്രകാശിക്കണതാണെന്ന് അള്ളാഹു പറഞ്ഞു. അത്രയും നല്ല പ്യുവറായ നല്ല ശുദ്ധമായ എണ്ണയായിരിക്കും അത്. അബ്നൂറുൻ അലാ നൂർ, പ്രകാശത്തിന്മേൽ പ്രകാശമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇതിനുണ്ടാകുക. അപ്പം ഇതാണ് പിന്നെ. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആയത്ത് നൂറിൽ ഈ മരത്തെ അള്ളാഹു പ്രത്യേകമായിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് തമ്പുത്തു ബിദ്ദുഹുനി, എണ്ണ, നിങ്ങൾക്ക് എണ്ണയായിക്കൊണ്ട് ജെയ്ത്തൂൻ എണ്ണ ഉപയോഗിക്കുക. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലയിൽ എണ്ണ തേച്ചിരുന്നു ജെയ്ത്തൂൻ കൊണ്ട്, മനസ്സിലല്ലേ? അപ്പോൾ ഈ പിന്നെ
സുന്നത്തുണ്ടോ വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറയാണ് മൻ കാന ലഹു ശഅറുൻ ഫല്യുക്രിംഹു, നിങ്ങൾ ആർക്കെങ്കിലും മുടി ഉണ്ടെങ്കിൽ അവൻ ആ മുടിയെ ആദരിക്കട്ടെ. ഇപ്പോൾ ഒരിക്കൽ വായിൽ ബിൻ ഹുജർ റളിയല്ലാഹു, ഇമാം നസഈ ഉദ്ധരിച്ച ഹദീസാണ്. വായിൽ ബിൻ ഹുജർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തെ മുടിയൊക്കെ ഇങ്ങനെ പാറി നിൽക്കുന്നുണ്ട്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആബ് എന്ന് പറഞ്ഞു. ദുആബ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, നല്ലതല്ല, ചീത്തല്ല. അതായത് നമുക്കൊരു ഇഷ്ടമില്ലാത്ത കാര്യം കാണുമ്പോൾ അറബികൾ സാധാരണ പ്രയോഗിക്കുന്നതാണ് ദുആബ്. അപ്പോൾ വായിൽ ബിൻ ഹുജർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു, വേഗം പോയിട്ട് മുടിയൊക്കെ വെട്ടിയിട്ട് ഇങ്ങനെ ചുരുക്കി ചെറുതാക്കി നല്ല എണ്ണക്കെട്ട് വന്ന് എന്നിട്ട് നബിൻ്റെ അടുത്തേക്ക് വന്നു. അവൻ നബി പറഞ്ഞു ലം അനിക്ക, ഞാൻ ദുആബ് എന്ന് പറഞ്ഞ് നിന്റെ മുടിയെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, അത് നബി വേറെ എന്തോ ഒരു സംഭവത്തിൽ പറഞ്ഞു. അപ്പോൾ വായിൽ ബിൻ ഹുജർ റളിയല്ലാഹു അൻഹു വിചാരിച്ചത് എന്നെ പറ്റി പറഞ്ഞാണ്. പക്ഷെ നബി പറഞ്ഞു വഹാദ അഹ്സൻ, ഞാൻ എന്നെ ഉദ്ദേശിച്ചില്ലെങ്കിലും ഈ കോലാണ് നല്ല കോലം എന്ന് വിശ്വാസം പറഞ്ഞു. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും മുടി എണ്ണ തലയിടണമെങ്കിൽ റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാം, ആയിഷ റസൂലുള്ളാഹിന്റെ കുറച്ച് മുടികൾ നരച്ചിരുന്നു, പക്ഷെ പ്രവാചകൻ തലയിൽ എണ്ണ ഇട്ടാൽ ആ നര കാണുമായിരുന്നില്ല. മനസ്സിലല്ലേ? അതുകൊണ്ടാണ് ചില അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് നബിക്ക് മുടി നരച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ചില റിവായത്തിൽ നബിക്ക് മുടി നരച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി പണ്ഡിതന്മാർ ജമ്മതാക്കി ഇങ്ങനെ, അത് എണ്ണ ഇട്ടാൽ നബിൻ്റെ നിര കാണൂല, നിറയെ എണ്ണൻ്റെ തിളക്കം കൊണ്ട് ഈ നിര കാണുക, കുറച്ച് നരച്ചിട്ടുള്ളൂ. എണ്ണ ഇല്ലാത്ത അവസ്ഥയിലാണ് നബിൻ്റെ നിര കാണുക. അപ്പം നബി തലയിൽ എണ്ണ ഇട്ടിരുന്നു എന്ന ഹദീസിൽ നിന്ന് കിട്ടും. റസൂലുള്ളാഹിന്റെ ഫിഅലിയായ സുന്നത്താണ്, അത് ആ രീതിയിൽ നമ്മൾ എടുക്കുക. അപ്പോൾ അതാണ് തമ്പുത്തു ബിദ്ദുഹിൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എണ്ണ ഉണ്ടാവും. സിബഗലിൽ ആക്കിലീൻ, സിബഗ എന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് കറി എന്നർത്ഥം. കറി നമ്മൾ തിന്നുന്ന ആളുകൾക്ക് കറി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഖുബ്സ് മറ്റേ കുത്തി തിന്നാൻ പറ്റിയ. അപ്പോൾ സെയ്ത്തൂൻ എണ്ണ അവർ ശരിക്കും എണ്ണ പാകം ചെയ്യാൻ ഉപയോഗിച്ചിരുന്നു, അതുപോലെ തന്നെ കറിയായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ ഖുബ്സ് എന്ത് ചെയ്യും, ഇപ്പം നമ്മൾ ജാമിലൊക്കെ കുത്തി തിന്നൂലേ, അതുപോലെ ആ സെയ്ത്തെണ്ണയിൽ അവർ കുത്തിയിട്ട് എന്ത് ചെയ്യുന്നു, ഖുബ്സൊക്കെ തിന്നിരുന്നു. അതാണ് വസിബഗ് എന്ന് പറഞ്ഞത്, കറി. അതായത് നമ്മൾ ഒരു മായിയായിട്ടുള്ള ഒരു എന്താ പറയുക ഗ്രേവി ടൈപ്പുള്ള, അതാണ് ശരിക്ക് വസിബഗിൽ ആക്കിലിൻ. അപ്പോൾ ഇത് അള്ളാഹുവിൻ്റെ ഒരു നിഅമത്താണ്. ആ എണ്ണ എണ്ണയെ സംബന്ധിച്ചത് പാചകം ചെയ്യാനും പറ്റും, നിങ്ങൾക്ക് തലയിൽ ഇടാനും പറ്റും, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഭക്ഷണമായിട്ട് ഉപയോഗിക്കാനും അഥവാ കറിയായിട്ട് ഉപയോഗിക്കാനും പറ്റുന്ന രൂപത്തിലുള്ള തൂരി സീന പർവ്വതത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയ മരവും അല്ലെങ്കിൽ സെയ്ത്തൂൻ മരവും, അതും അള്ളാഹുവിൻ്റെ നിഅമത്താണ്. അള്ളാഹിനെ മനസ്സിലാക്കാനും അള്ളാഹുവിൻ്റെ കഴിവുകൾ മനസ്സിലാക്കാനൊക്കെ ഉള്ള. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പോൾ ഒരു മരത്തിൽ നിന്നാണ് എണ്ണ ഉണ്ടാകുന്നത് അല്ലേ? ശരിക്കും നിങ്ങൾ ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലുള്ള തേങ്ങനെ പറ്റി ചിന്തിച്ച് നോക്കി. നിങ്ങൾ തേങ്ങൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടാവും. നമ്മളിങ്ങനെ തേങ്ങൻ്റെ വെള്ളം ഇങ്ങനെ കുടിക്കില്ല, അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചണോ? നിങ്ങൾ തെങ്ങ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു 2 നില ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഉയരണ്ടാവും ഒരു തെങ്ങ്. അപ്പോൾ ഈ തേങ്ങൻ്റെ വെള്ളം ഇവിടുന്ന് മഴവെള്ളം വന്നു കണ്ടെന്ന് അറിയില്ലല്ലോ. ഈ വെള്ളം എവിടുന്നാണ് പോണത്? ഏകദേശം 90 ഡിഗ്രിയിൽ നിന്നാണ് ഈ വെള്ളം അടിച്ച് കയറ്റുന്ന മോൾക്ക്. മനസ്സിലായില്ലേ? അപ്പം നമ്മളിപ്പോൾ ഈ 2 നില ബിൽഡിങ്ങിൻ്റെ മോൾക്ക് ഒരു മോട്ടർ വെക്കണമെങ്കിൽ എത്ര പവർ മോട്ടർ വെക്കണം, നല്ല പവർ കയറുള്ളൂ. ഇത് നിങ്ങൾ ആലോചിക്കുക, ആ വെള്ളം ഭൂമിയിൽ നിന്ന് വലിച്ചെടുത്ത് ആ വെള്ളത്തെ മുകളിലേക്ക് കൊണ്ടുപോകണം. കാരണം ഗുരുത്വാകർഷണ ബലത്തെ അതിജീവിച്ചിട്ട് വേണം വെള്ളത്തിന് എന്ത് ചെയ്യാൻ. ഒരു വസ്തു മുകളിലേക്ക് കയറി പോകണമെങ്കിൽ എന്ത് വേണം? ഇപ്പം നമുക്ക് മുകളിലേക്ക് കയറണമെങ്കിൽ ഈ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ അപ്പുറത്തേക്ക് പോകണമല്ലോ. നമ്മൾ ഫിസിക്സ് പഠിച്ചില്ലേ സ്കൂളിൽ. അതുകൊണ്ട് റോക്കറ്റ് ഈ ഒരു സെക്കൻഡിൽ ഇത്ര കിലോമീറ്റർ സഞ്ചരിച്ചാലേ ഭൂമിക്ക് പുറത്തെടുക്കാൻ കഴിയുള്ളൂ, ഇല്ലെങ്കിൽ ഭൂമി വിളിച്ച് താഴ്ത്തിക്കിടും. അപ്പം ഈ ഗുരുത്വാകർഷണ ബലത്തെ അതിജീവിച്ചു കൊണ്ടാണ് ഈ വെള്ളം മുകളിലേക്ക് പോകുന്നത്. ഇതിപ്പോൾ തെങ്ങിൻ്റെ കഴിവാണോ? അല്ലല്ലോ. തെങ്ങിപ്പോൾ ഇത് ഈ സയൻസും ഫിസിക്സും ഒക്കെ സ്കൂളിൽ പഠിച്ചിട്ടാണല്ലോ ഇത് വെള്ളം മുഴുക്കി കയറ്റണത്. ഇത് അള്ള കയറ്റാണ്. എന്നിട്ട് നമുക്ക് നല്ല മധുരമുള്ള വെള്ളം കിട്ടുന്നു. നമ്മൾ സാധാരണ തെങ്ങിന് മധുരം കൊടുക്കലുണ്ടോ? നമ്മളെന്താ കൊടുക്കൽ? കോഴിക്കാട്ടും
ഉപ്പും ഒക്കെയാണ് തെങ്ങിന് വളട്ടെടുക്കുക. പക്ഷേ ഈ കോഴിക്കാട്ടത്തുനിന്നും ഉപ്പൊന്നും വളം സ്വീകരിച്ചിട്ടാണ് മധുരമുള്ള തേങ്ങാവെള്ളം ഉണ്ടാണ്, ഇളനീരുണ്ടാണ്. ആലോചിച്ച് നോക്കി. ശരിക്ക് ഇതൊക്കെയാണ് അള്ള പറഞ്ഞത്. ഇതിപ്പോൾ നമ്മൾ അവിടെ ഇത് അറബികൾക്ക് പരിചയമുള്ള ജെയ്ത്തൂനാണ് അള്ള അവിടെ പറഞ്ഞത്. അപ്പം നമ്മൾക്കിപ്പോൾ ജെയ്ത്തൂൻ്റെ മരം നമുക്ക് പരിചയമുള്ളതാണ് തെങ്ങ്. അതിനാണ് ഇപ്പം എണ്ണ ഉണ്ടാണ്. ശരി, ശരിക്കും ആ വെള്ളമാണ് ശരിക്ക് ഒരു തെങ്ങായി വളർ. വെള്ളം വറ്റി അത് പൊങ്ങാവും. ആ പൊങ്ങാണ് പിന്നീട് എന്തായിന് അതുകൊണ്ടാണ് പിന്നെ ജലനാമിനൽ മായി കുല്ലശൈൻ ഹൈ, ജീവനുള്ള എല്ലാ വസ്തുവിനും നാം വെള്ളത്തിന് സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാനൊക്കെ ഒരുപാട് സംഗതികൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. പക്ഷെ മനുഷ്യന്മാരൊന്നും ചിന്തിക്കൂല, ഒക്കെ അങ്ങനെ തിന്നുന്നല്ലാതെ. അതാണ് അള്ളാഹ് ചോദിക്കുന്നത്, അഫറൈത്തും അല്ലദീ തശ്റബൂൻ. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞല്ലോ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കി. നിങ്ങളാണ് മുകളിൽ നിന്ന് ഇറക്കിയത്, ഞാനാണ് ഇറക്കിയത്. അപ്പം ശരിക്കൊരു വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ച് നമ്മൾ അൽഹംദുലില്ലാ പറയുമ്പം ആ അൽഹംദുലില്ലക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ശരി, ഒരുപാട് അർത്ഥമുണ്ട്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കുടിക്കുമ്പോൾ പറഞ്ഞ അദബ് അതും ചിന്തിക്കേണ്ടതാണ്. അപ്പം നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കൽ എങ്ങനെ? ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളിങ്ങനെ ഓരോ ഉരുള കൂട്ടിയിട്ട് കഴിക്കുക. എന്തിനാ? നമ്മളിങ്ങനെ പിന്നെ ശ്വാസത്തിലേക്ക് പോകാതെ പിന്നെ അന്നനാളത്തിലേക്ക് മാത്രം പോകാനാണ്. എന്നാൽ പല ആളുകളും വെള്ളം കുടിക്കുമ്പോൾ അത് പാലിക്കലില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ചില ആൾക്കാർ വെള്ളം കുടിക്കുമ്പോൾ എന്താ വെച്ചാൽ ഒരു ചിലപ്പോൾ വലിയ പിന്നെ എന്താ പറയുക, കപ്പിലൊക്കെ വെള്ളം ഒറ്റയടിക്കാണ് കുടിക്കണതാണ്. ഒരു ഒട്ടകം വെള്ളം കുടിക്കണം പോലെ. അതിന് ശേഷം ഒട്ടകം പറയുമ്പോൾ അവിടെ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാവശ്യം വെള്ളം കുടിച്ചാൽ വയതനഫസു സലാസെന്ന ഹദീസിലുള്ളത്, 3 പ്രാവശ്യം പ്രവാചകൻ ശ്വാസം പുറത്തേക്കിടും. 3 പ്രാവശ്യം പ്രവാചകൻ എന്ത് ചെയ്യും? ശ്വാസം പുറത്തേക്ക് വിട്ടതിന് ശേഷമാണ് പ്രവാചകൻ അടുത്ത വെള്ളം കുടിക്കുക. അതായത് ഈ കുടിച്ച വെള്ളത്തിന് ഇറങ്ങാനൊരു ടൈം റസൂലുള്ള കൊടുക്കുകയാണ്. ഒട്ടം വെള്ളം കുടിക്കണം, ഒന്നാകെ വെള്ളം കുടിക്കില്ല, അത് അപകടമാണ്. ആയിക്കോട്ടെ, എന്ത് കുഴങ്ങിയാലും ഞാൻ വെള്ളം കുടിച്ചു. ആ റസൂലുള്ളാഹിന്റെ സുന്നത്താണ് അവിടെ. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് വെള്ളം കുടിച്ചിട്ട് മാത്രം ഈ ശ്വാസം ഇതിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല. ഇപ്പം നമ്മൾ ഒറ്റയടിക്ക് വെള്ളം കുടിക്കുമ്പോൾ എന്ത് ചെയ്യും? ശ്വാസം ഇതിലേക്ക് വരും. മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന ശ്വാസമാണെങ്കിലും അതേതാണെങ്കിലും അതിൽ അഴുക്കുണ്ടാവും. അപ്പം അത് പാത്രത്തിലേക്ക് ആകാൻ പാടില്ല. മാത്രമല്ല, നമ്മുടെ വെള്ളം നമ്മുടെ അന്നനാളത്തിലൂടെ ഇറങ്ങാൻ ഒരു അവസരം കൊടുക്കുകയാണെന്ന് ഈ 3 തനഫുദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് വിട്ടതിന് ശേഷമാണ് എന്ത് ചെയ്യുക. അത് ഒറ്റയടിക്ക് നമ്മൾ സാധനം പോത്തുടിക്കണം വെള്ളം കുടിക്കണം, അങ്ങനെ കുടിക്കാൻ പാടില്ല. മനസ്സിലല്ല? അപ്പം അത് വേറെ വിഷയമാണ്. ഇനി അള്ളാഹ് പറഞ്ഞത് എന്താ വെച്ചാൽ പിന്നെ അതാണ് വസബിഖിലിൽ. അപ്പോൾ ജൈത്തൂൻ മരത്തിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ എണ്ണയുടെ പ്രത്യേകതകൾ പറഞ്ഞു. പിന്നെ അള്ളാഹ് പറഞ്ഞു വഇന്ന ലക്കും ഫിൽ അൻആം ലഇബ്റ. നിങ്ങൾക്ക് ഈ മരത്തിൽ മാത്രമല്ല, നിങ്ങൾക്ക് അൻആമിലും ഇബ്റത്തുണ്ട്. അൻആം എന്ന് പറഞ്ഞാൽ ആട്, മാട്, ഒട്ടകം, ഇതിനാണ് അൻആം എന്ന് പറയുന്നത്. അതാണ് ബഹീമത്തുൽ അൻആം എന്ന് പറയുന്നത്. ആട്, മാട്, ഒട്ടകം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ അൻആമിൽ എന്തുണ്ട്? നിങ്ങൾക്ക് ബർക്കത്തുണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ ഗുണപാഠമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പോൾ അൻആം എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാണ് ഒട്ടകം. അതുപോലെ തന്നെ ആട്, മാട്, അതായത് പശു, കാള, ആടിൻ്റെ ആണ് പെണ്ണ്, ഒട്ടകത്തിൻ്റെ ആണ് പെണ്ണ്. ഇതിലിപ്പോൾ എന്താ പിന്നെ ഇബറത്തുണ്ടെന്ന് പറഞ്ഞു. അതിൽപ്പെട്ട ഒന്നാണ് ഒട്ടകം. അപ്പോൾ ഒട്ടകത്തെ സംബന്ധിച്ചിടത്തോളം സൂറത്ത് ഹാശിർ എന്ന് പറഞ്ഞാൽ അഫല യൻദുറൂന ഇൽ ഇബിലി കൈഫ ഖുലിഖത്. ഒട്ടകത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കണില്ല, നിങ്ങൾ കാണുന്നില്ല. ഒട്ടകത്തിൻ്റെ പുറത്തിങ്ങനെ കയറി അതിന് അർത്ഥം തിന്നുന്നുണ്ടെന്നല്ലാതെ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ലേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ഇപ്പോൾ ഈ ഒട്ടകത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ സാധാരണ ഒട്ടകത്തെ പറ്റി എന്താ പറയുക, മരുഭൂമിയിലെ കപ്പൽ എന്ന് പറയാം. മരുഭൂമിയിലെ കപ്പൽ. കപ്പലിൻ്റെ പ്രത്യേകത എന്താ? ഇത് കപ്പൽ കയറി അറിയണ്ടോ? ഉണ്ടോ? അതായത് മാഷാ അല്ലാഹ്. അത് കപ്പലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം
പിന്നെ ഒരുപാട് ചരക്കുകൾ അതിൽ കയറ്റാൻ പറ്റും, മനുഷ്യന് യാത്ര ചെയ്യാൻ പറ്റും. മനസ്സിലല്ലേ? പിന്നെന്താ വെച്ചാൽ ദീർഘമായ അതിന് സ്റ്റോപ്പുകൾ കുറവേ കാരണം ദീർഘമായ യാത്രകൾ ചെയ്യാം. അപ്പം ഇതുപോലെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യാൻ പറ്റിയ ഒരു പിന്നെ ജീവിയാണ് ഒട്ടകം. യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒട്ടകത്തിൻ്റെ സൃഷ്ടി അഫല യൻദുറൂന ലിബിലി കൈഫ ഖുലിഖത് എന്ന് പറഞ്ഞു. ആ ഒട്ടകം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. അപ്പോൾ ആ ഒട്ടകത്തിൽപ്പെട്ടാണ് അനാം. അതിൽപ്പെട്ട അള്ളാഹ് പറഞ്ഞു വൈനലക്കും ഫിൽ അൻആമിൽ ഇബ്റ. നിങ്ങൾക്ക് ഈ ബഹീമത്തുൽ അൻആമിൽ ചില ഇബ്റത്തുകളുണ്ട്. അപ്പോൾ ഒട്ടകത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പം നമുക്കറിയാം, നമുക്ക് ചൂടിൽ അധിക നേരം നമുക്ക് നിൽക്കാൻ പറ്റില്ല. നമുക്ക് നിർജ്ജലീകരണം വരും. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ വെള്ളം എന്ത് ചെയ്യും, ബാഷ്പമായി പോയിട്ട് നമുക്ക് എന്ത് ചെയ്യും, നിർജ്ജലീകരണത്തിലൂടെ നമ്മൾ മരിച്ചു പോകും. ഇത് നമ്മൾ മാത്രമല്ല, മറ്റു ജീവജാലം കൂടെയും അവസ്ഥ തന്നെ. കഠിനമായ ചൂടിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. പക്ഷെ ഒട്ടകത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, അതിൻ്റെ വാട്ടർ സ്റ്റോറേജ്, അതായത് വെള്ളം ശരീരത്തിൽ സംഭരിക്കാനുള്ള പിന്നെ അതിൻ്റെ പ്രത്യേകത മാത്രവുമല്ല, ഒട്ടകത്തിൻ്റെ ശരീരത്തിൽ നിന്ന് പിന്നെ വെള്ളം, അതായത് വെള്ളം നഷ്ടപ്പെടും, നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നത് വെച്ചാൽ പിന്നെ രക്തത്തിലൂടെയും അതുപോലെ തന്നെ മറ്റു വിയർപ്പിലൂടെയൊക്കെ പുറത്തു പോകും. ഒട്ടകത്തിന് ഉണ്ടാവില്ല. അതാണ് അതായത് ഒട്ടകത്തിൻ്റെ വെള്ളം വിയർപ്പിലൂടെ ഒരിക്കലും എന്ത് ചെയ്യില്ല, നഷ്ടപ്പെട്ടു പോവില്ല. മനസ്സിലല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ മരുഭൂമിയിൽ ജീവിക്കാൻ പാകത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഘടന സെറ്റ്. ഇനി മാത്രവുമല്ല, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒറ്റയടിക്ക് വെള്ളം കുടിക്കാൻ പാടില്ല. ഒട്ടകത്തിന് പിന്നെ നമ്മൾ സാധാരണ ഈ വണ്ടിക്ക് ഡീസൽ അടിക്കാൻ പാടില്ല. നമുക്ക് ദീർഘമായ യാത്ര ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു 1000 രൂപ 2000 രൂപയ്ക്ക് ഒട്ടകത്തിന് ഒറ്റയടിക്ക് 100 ലിറ്റർ വെള്ളം കുടിക്കാൻ കഴിയും. 100 ലിറ്റർ വെള്ളം. ശരി, 100 ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 500 ലിറ്ററിൻ്റെ ടാങ്കായി നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാവില്ല. അപ്പം അതിൻ്റെ 5/1 വെള്ളം ഒറ്റയടിക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇനി മാത്രമല്ല, ഈ വെള്ളം ഒറ്റയടിക്ക് വെള്ളം കുടിച്ചാൽ അതിൻ്റെ പിന്നെ ഇതെന്ത് ചെയ്യും, അതിൻ്റെ എന്താ പറയുക, ആമാശയം വീർത്തുമില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത, അതിനും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ വെച്ചാൽ ഈ വെള്ളത്തെ എന്താ പറയുക കൊഴുപ്പാക്കിയിട്ട് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. നിങ്ങൾ ആലോചിച്ചു, ഇതൊക്കെ ഒട്ടകം ഉണ്ടാക്കിയല്ലോ, ഇത് ഒട്ടകം ജനിക്കുമ്പോൾ തന്നെ ഉള്ളതാണ്. അത് വെള്ളത്തെ എന്താക്കി കൊഴുപ്പാക്കിയിട്ട് സ്റ്റോറേജ് ചെയ്യാൻ കഴിയും. എന്നിട്ട് ഈ വെള്ളം ആവശ്യമുണ്ടാവും, ഈ കൊഴുപ്പ് എന്ത് ചെയ്യും, ആവശ്യമുള്ള രൂപത്തിൽ വെള്ളത്തിലേക്ക് ഇങ്ങനെ, അതാണ് നമ്മൾ സാധാരണ പിന്നെ ഈ ഒട്ടകത്തിൻ്റെ പൂഞ്ഞുണ്ടല്ലോ, ആ ഒട്ടകത്തിൻ്റെ പൂഞ്ഞ് ശരിക്ക് അത് വെള്ളമല്ല. ചാക്കരെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ വെള്ളമാണ്, ആ വെള്ളമല്ല. പിന്നെ പണ്ട് ചില കഥകളിലൊക്കെ കേൾക്കുക, പിന്നെ വെള്ളമില്ലാഞ്ഞിട്ട് ഒട്ടകത്തിൻ്റെ പൂഞ്ഞയിൽ നിന്ന് വെള്ളം കുടിച്ചു എന്നൊക്കെ. ആടെ വെള്ളം ഉണ്ടാവില്ല, അത് വെള്ളം കൊഴുപ്പാക്കിയിട്ട് സ്റ്റോർ ചെയ്യുന്ന ഇതാണ്. ഇനി മാത്രമല്ല, ഇതിൻ്റെ ഒരു പിന്നെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ സാധാരണ നമ്മളെ കണ്ണിന് എത്ര പോളുണ്ട്? നമ്മുടെ സാധാരണ കണ്ണിന് പോളാറ് മനസ്സിലായില്ലേ, ഒറ്റ പോളുള്ളൂ. ഒട്ടകത്തിൻ്റെ 3 പോളകളുണ്ടെന്നാണ്. ഒട്ടകത്തിൻ്റെ കണ്ണുകൾക്ക് 3 പോള. അതായത് ഒരു പോള ഇതിൻ്റെ പൊടിക്കാറ്റ് വരുമ്പം ഒരു പോള താഴ്ത്തും. അപ്പം ആ പോള താഴ്ത്തിയാലും ഒട്ടകത്തിന് കണ്ണാണ്. മനസ്സിലായി? ഇപ്പം നമ്മളെ പോള അടച്ചാലുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, നമുക്ക് കണ്ണാണില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് മറ്റേ മൊയ്തീൻ ഷേഖും റിഫായി ഷേഖും പിന്നെ ഒളിച്ചടിച്ചപ്പം ഇവിടെ മൊയ്തീൻ ഷേഖിൻ്റെ കണ്ണിൻ്റെ ബോളിൻ്റെ മുകളിൽ ഒളിച്ചു എന്നാ, അതിനെ കാണൂലല്ലോ. അപ്പം സാറ്റടിച്ചപ്പോഴേ ഇവിടെ റിഫായി ഷേഖ് ഇവിടെ പോയി കയറി ഒളിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു തമ്മിൽ മത്സരമാണ്, ആരെ ഷേഖാണ് വലിയ ഷേഖ് എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ യഥാർത്ഥ മനുഷ്യൻ്റെ കൺപോളകൾ അടച്ചാൽ അത് മുന്നിലേക്ക്, പക്ഷേ ഒട്ടകത്തിൻ്റെ പൊടിക്കാറ്റ് വരുമ്പം കൺപോള അടച്ചു നിന്നിട്ട് പിന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരുപാട് സമയം ചിലപ്പോൾ പൊടിക്കാറ്റുണ്ടാവും. അപ്പം കണ്ണ് എന്ന് ഈ കാഴ്ച നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ പോള അടച്ചുകൊണ്ട് കണ്ണിലേക്ക് പൊടിയാകാതെ
മുന്നിലോട്ട് പോകാനുള്ള സംവിധാനങ്ങളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു പൊടിക്കാറ്റുള്ള സ്ഥലങ്ങൾ ജീവിക്കുന്ന പിന്നെ ഇതാണ്. ഇനി മാത്രമല്ല, നമുക്ക് സാധാരണ ഈ ഇതുണ്ടല്ലോ, മൂക്ക്. ഇപ്പം നമ്മൾ സാധാരണ നമ്മൾ പൊടിയുള്ള സ്ഥലത്ത് കൂടെ പോകുമ്പോൾ നമ്മൾ മാസ്ക് ഇടും അല്ലേ? മാസ്ക് ഇടും. പക്ഷെ ഒട്ടകത്തിന് മാസ്ക് ഇടാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മൾ മൂക്കിന് പിടിക്കുക, പക്ഷെ ഒട്ടകത്തിന് മൂക്ക് പിടിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ സ്വയം അടച്ചു പിടിക്കാൻ കഴിയുന്ന മൂക്കാണ് ഒട്ടകത്തിൻ്റെ. മനസ്സിലല്ലേ? നിങ്ങൾ ആലോചിച്ചു. അതായത് ആ പൊടിക്കാറ്റ് വരുമ്പോൾ ഒട്ടകത്തിന് എന്ത് ചെയ്യാൻ കഴിയും? സ്വയം മൂക്ക് എന്ത് ചെയ്യാൻ കഴിയും? ക്ലോസ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ ഒട്ടകത്തിൻ്റെ വായ്ക്കും പ്രത്യേകത ഉണ്ട്. അതിപ്പോൾ നമ്മൾ ഈ കള്ളിച്ചെടി പോലെയുള്ള നല്ല ഈ മുള്ളുള്ള ചെടികൾ തിന്നാൻ പറ്റിയ രൂപത്തിലുള്ള, അപ്പം നമ്മൾ ഉള്ളുന്നുണ്ടെങ്കിൽ നമ്മുടെ തൊള്ളയിൽ അത് ഇതാക്കാൻ കഴിയില്ല. അതിന് പ്രത്യേകത. പിന്നെ മാത്രമല്ല, അതിൻ്റെ പല്ലുകൾക്ക് പ്രത്യേകത ഉണ്ട്. ഒട്ടകത്തിൻ്റെ പല്ലുകൾക്ക് പ്രത്യേകത. ഇനി നമ്മളെ പല്ലുകൾക്കും പ്രത്യേകത ഉണ്ടോ? അത് ഞാൻ സാന്ദർഭമായിട്ട് പറയാം. ഇതൊക്കെ ഇപ്പം നമ്മൾ ശരിക്ക് നമ്മുടെ ശരീരത്തെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഇതിനെ പറ്റിയും പഠിക്കാതെ ഇപ്പം നമ്മൾ പിന്നെ പല്ലിങ്ങനെ നന്നാക്കി പോകുന്നില്ലാതെ, അത് നമ്മളെ പല്ലുകൾ ശരിക്ക് അടിയത്തെ പല്ലും മുകളത്തെ പല്ലും ഒരേ ലെയർ വ്യത്യാസം ഉണ്ടല്ലോ. നമ്മളിങ്ങനെ അമർത്തി പിടിച്ചാൽ മുന്നത്തെ പല്ല് എന്ത് ചെയ്യും? കുറച്ച് മുന്നിക്കല്ല വെക്കുക അല്ലേ? ശ്രദ്ധിച്ചില്ലല്ലേ? എപ്പോഴാണ് ശ്രദ്ധിക്കണേ? അതായത് നമ്മളിങ്ങനെ കടിച്ചു പിടിച്ചാൽ രണ്ട് പല്ലും ഇങ്ങനെയല്ല നിൽക്കുക, ഇങ്ങനെ നിൽക്കുക അല്ലേ? ഇതെന്തിനാ അറിയോ? ഇങ്ങനെയാണെങ്കിൽ വസ്തുക്കൾ പൊട്ടൂല. അതായത് ഇപ്പം നമ്മൾ ബിസ്ക്കറ്റ് ഇതിന് പൊട്ടണമെങ്കിൽ ഇങ്ങനെ വെക്കണം, അപ്പോഴത് ടിക്ക് എന്ന് പറഞ്ഞാൽ പൊട്ടും. ഈ കത്രിക ഉണ്ടല്ലേ, നിങ്ങൾ കത്രിക ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെയല്ല പോവാ, ഇങ്ങനെയല്ലല്ലോ കത്രിക. അപ്പം ഇങ്ങനെ പോയാലേ എൻ്റെ ഈ വസ്തു കട്ട് ചെയ്യുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ അളന്ന് വെച്ചുണ്ടാക്കിയൊന്നുമില്ലല്ലോ, അള്ള വെച്ചത് അങ്ങനെ തന്നെയാണ്. മാത്രമല്ല, ഈ ഒരു വ്യത്യാസം ഇല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം ചവക്കാനും ഭക്ഷണത്തിൽ ദഹിപ്പിക്കാനൊക്കെ വളരെ പ്രയാസം വരും. അതുപോലെ തന്നെ നമ്മൾ കോട്ടിലെ പല്ലുണ്ടല്ലോ, കോട്ടിലെ പല്ല് സമനിരപ്പല്ല, ഉള്ളിലേക്ക് ചെരിഞ്ഞിട്ടാണ്. അകഞ്ഞ് പെരിയ പോയി കണ്ട് കണ്ണെടുത്ത് നോക്കണ്ടേ, അത് ഉള്ളിലേക്ക് ചെരിഞ്ഞിട്ടാ. ഇതെന്തിനാ ചെരിവെന്നറിയാം? അത് ഈ മുകളിലത്തെ പല്ല് ഈ ചെരുവിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഭക്ഷണം ചെയ്യാണ്ട് നമുക്ക് ചവക്കാൻ കഴിയുക. മറ്റേ നമ്മൾ ഇങ്ങനെ ഇതിപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു പത്തിരി നമ്മൾ പരത്തലില്ലേ, അങ്ങനെ പരന്നു പോകുള്ളൂ. പത്തിരി മുറിയിലല്ലോ. നമ്മൾ പത്തിരി രണ്ട് ഭാഗം ഒരു പരപ്പാണെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്യും? ചപ്പിപ്പോവുള്ളൂ. അത് മുറിഞ്ഞു പോകണമെങ്കിൽ അപ്പോഴാണ് ദഹിക്കുള്ളൂ. മുറിഞ്ഞു പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഷേപ്പ് വ്യത്യാസം. നിങ്ങൾ അത് പല്ലിൻ്റെ ഷേപ്പ് വരെ നിയന്ത്രിച്ചവനാ പഠിച്ചവൻ. അപ്പം നമ്മളിപ്പോൾ ഇതൊന്നും അറിയില്ലല്ലോ, നമ്മളിങ്ങനെ തൊള്ളയിലിങ്ങനെ ഇട്ട് ചമക്കണമെന്നല്ലാതെ. അപ്പോൾ യഥാർത്ഥത്തിൽ പല്ലിൻ്റെ ഷേപ്പിൽ പോലും ചെറിയൊരു വ്യത്യാസം വന്നാൽ നമ്മുടെ ജീവിതം എന്താവും? അവതാളത്തിലാവും. സുബ്ഹാനല്ലാഹ്. അതേപോലെ അതൊക്കെ ഒരു അൽഹംദുലില്ലാ തിന്നിട്ടുണ്ട് ഏമ്പക്കപ്പെട്ട് അൽഹംദുലില്ലാ പറയുമ്പം ആ അൽഹംദുലില്ലക്ക് എന്തുണ്ട്? ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതാണ് വൈന്നലക്കും ഫിൽ അൻആമിൽ ഇബ്റ. നിങ്ങൾക്ക് അൻആമുകളിൽ ആട് മാട് ഒട്ടങ്ങളിൽ നിങ്ങൾക്ക് എന്തുണ്ട്? ഇബ്റത്തിന് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. മാത്രവുമല്ല, നുസ്ഖീക്കും നാം നിങ്ങളെ കുടിപ്പിക്കുന്നുണ്ട്, മിമ്മാ ഫീ ബുത്തൂനിഹ. ഈ ആട് മാട് ഒട്ടകം ഈ മൂന്നെണ്ണത്തിൻ്റെ പാലാണ് നമ്മൾ കുടിക്കണേ. ആട് മാട് ഒട്ടകം. അപ്പം ഈ മൂന്നെണ്ണ ഈ അൻആമുകളുടെ വയറുകളിൽ നിന്ന് നിങ്ങൾക്ക് നാം പാല് കുടിക്കാൻ തന്നിരിക്കുന്നു. ഇതിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് വെച്ചാൽ അതായത് ഈ പാൽ എവിടുന്ന് വരുന്ന അറിയോ? സൂറത്തു നഹൽ കാണാം. വൈന്നലക്കും ഫിൽ അൻആമിൽ ഇബ്റ നുസ്ഖിക്കും മിമ്മാ ഫീ ബുത്തൂനി മിൻ ബൈനി ഫർസിൻ വദമിൻ. അതായത് കാഷ്ടത്തിൻ്റെയും രക്തത്തിൻ്റെയും നടുവിലൂടെയാണ് പാല് വരുന്നത്. സൂറത്തു നഹലിലെ 66-ാമത്തെ ആയത്ത്. അതായത് ഇവിടെ അതിൻ്റെ എന്താ പറയുക, പെട്ടിയുണ്ട്, കാഷ്ടത്തിൻ്റെ പെട്ടി, ഇപ്പുറത്ത് ബ്ലഡുണ്ട്. രണ്ടും എന്താണ്? കാഷ്ടും ബ്ലഡും എന്താ? നജസല്ലേ?
ഈ രണ്ട് നജസ്സുകൾക്കുള്ളിലൂടെയാണ് അള്ളാഹ് പറഞ്ഞത് എന്താ വെച്ചാൽ ونسقيكم مما في بطون من بين فرث ودم لبنا خالصا سائغا للشاربين കുടിക്കുന്ന ആളുകൾക്ക് നല്ല ദഹിച്ച് വേഗം പോകുന്ന പാല്. ഈ രണ്ട് അഥവാ ഇവിടെ രക്തമുണ്ട്, ഇവിടെ കാഷ്ടമുണ്ട്, ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് അള്ള പാല് കൊണ്ടുവരാം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു പാലിന് രക്തത്തിൻ്റെ ഗന്ധമുണ്ടോ? ഇല്ല. ചാണകത്തിൻ്റെ ഗന്ധമുണ്ടോ? ഇല്ല. പക്ഷെ ഈ ചാണകത്തിൻ്റെയും രക്തത്തിൻ്റെയും ഇടയിൽ കൂടെ ഇത് വരുന്നത്. അപ്പം ഈ രണ്ടിൻ്റെ ഗന്ധവും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടില്ല? ഈ പാലിന് കൊടുത്തിട്ടില്ല. ശരി, അതാണ് നുസ്ഖിക്കും മിമ്മ. അപ്പോൾ ശരിക്കും പാലും അള്ളാഹിൻ്റെ ദൃഷ്ടാന്താണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, പാലിൻ്റെ നിറം എന്താ? നല്ല വെള്ളയാണ് അല്ലേ? മനുഷ്യന്മാർക്ക് കുടിക്കാൻ പാകത്തിൽ ഇതിന് ആകർഷണീയത തോന്നുന്ന രൂപത്തിൽ. പക്ഷേ ഈ പാല് എന്തിൽ നിന്നുണ്ടാണത്? മനുഷ്യന്മാർക്കും പാലുണ്ടാവും. അപ്പം മനുഷ്യന്മാർ ഭക്ഷിക്കുന്ന ഭക്ഷ്യപദാർത്ഥത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയ, അള്ളാഹ്ക്ക് മാത്രം കഴിയുന്നൊരു സംഗതിയാണ് പാലുണ്ടാക്കുക എന്നുള്ളത്. നമ്മൾ പാലുണ്ടാക്കും, മിൽമ പാലും മറ്റേ പാലൊക്കെ. ഇനിയിപ്പോൾ മിൽമ എന്ന് പറഞ്ഞ കേസ് എടുക്കാമെന്ന് കണ്ടിട്ട് ഇനിയിപ്പോൾ നമ്മൾ പേക്ക് പാലൊക്കെ അങ്ങനെ ഉണ്ടാക്കുക. അതൊക്കെ പിന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല, ദർക്കടയിലുണ്ട്. അപ്പം എന്താ വെച്ചാൽ അതാണ് നമ്മളെ പാലിൻ്റെ അവസ്ഥ. മനസ്സിലല്ലേ? അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അത്ഭുതമാണ് ശരിക്കും പാല്. ഇനി മാത്രമല്ല, പാല് താമാണെന്നാണ്, പാല് ഭക്ഷണമാണ്. അതുകൊണ്ടാണ് നമ്മൾ ജനിച്ച കുട്ടിക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോ? ജനിച്ച കുട്ടിക്ക് എന്താ ഭക്ഷണം? പാലന്നെ, മുലപ്പാലിൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞത്. അപ്പം ആ കുട്ടിക്ക് പാനീയവും ഭക്ഷണവും തന്നെയാണ് പാലാണ്. മനസ്സിലല്ലേ? അപ്പം അള്ളാഹുവിൻ്റെ ഒരു മഹാത്ഭുതങ്ങളിൽപ്പെട്ട ഒന്നാണ് ശരിക്കും അവിടെ പാല് എന്ന് പറഞ്ഞത്. ഇനി മാത്രമല്ല, പാലിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വേഗത്തിൽ ദഹിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ എന്താ പറയുക, ഒട്ടകത്തിൻ്റെ പാല് ധാരാളമായി കൊണ്ട് കുടിച്ചിരുന്നു. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയപ്പോൾ ഭക്ഷണങ്ങളൊന്നും കാര്യമായിട്ട് ഉണ്ടാവില്ലല്ലോ, വളരെ രഹസ്യമായിട്ടല്ലേ പോകണം. അപ്പം അബ്ദുള്ള എന്ന് പറയുന്ന ഒരു ആട്ടിടയനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നു. ആടുകളെ മേച്ചിട്ട് ഇങ്ങനെ, ഇപ്പോൾ സൗർഗയിൽ 3 ദിവസം നിന്നല്ലോ. അപ്പം അവിടേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യമായിട്ട് ഭക്ഷണം തരുന്നു പാലന്നെ, ആട്ടുംപാലല്ല, ഒട്ടകത്തിൻ്റെ പാല്. അങ്ങനെ പ്രവാചകൻ യാത്ര പോകുമ്പോഴാണ് ഒരു വീട്ടിലെത്തിയത്, ഒരു പെണ്ണിൻ്റെ വീട്ടിലെത്തിയത്. സംഭവം നമുക്ക് അറിയാലോ. പെണ്ണിൻ്റെ വീട്ടിലെത്തിയപ്പോൾ റസൂലൊക്കെ വിശക്കുന്നുണ്ട്, കാരണം ഒളിഞ്ഞും പാത്തും പതുങ്ങിയല്ലോ പോണത്. അപ്പോൾ ആ വീട്ടിൽ ചെറിയ ടെൻ്റാണ്, അവിടെ പെണ്ണ് മാത്രമേ ഉള്ളൂ, കുറച്ച് ആടുണ്ട്. ആടൊക്കെ കറവൊക്കെ വറ്റിയിക്കണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വല്ല കുടിക്കാൻ വല്ലതും ഉണ്ടോ വെച്ചു. അപ്പം ആ പെണ്ണ് പറഞ്ഞത് ഒന്നുമില്ല, ആടിൻ്റെ കറവൊക്കെ വറ്റിയിക്കണം. അപ്പം ഞാനൊരു ആടിനെ കറക്കട്ടെ വെച്ചു. ആയിക്കോട്ടെ, നിങ്ങൾ കറന്നോളി, ഒന്നും കിട്ടാനില്ല പറഞ്ഞു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാത്രത്തിലേക്ക് കറന്നു. ആ പാത്രം നിറഞ്ഞ് കവിഞ്ഞു. ആ വീട്ടിലുള്ള മുഴുവൻ പാത്രത്തിലേക്കും പാല് കറന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ചു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുടിച്ചു, പാലുടിച്ചു. അപ്പോൾ ഞങ്ങൾ പോട്ടെ പറഞ്ഞു. അപ്പോൾ ഈ പെണ്ണിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അങ്ങനെയാണ് പെണ്ണിൻ്റെ ഭർത്താവ് വരുന്നത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം. അപ്പോഴാണ് ഈ ഭർത്താവ് അന്തപ്പെട്ട്, കാരണം എന്താ വെച്ചാൽ കറവൊക്കെ പറ്റിയ നിന്ന പാലല്ലേ, ആടല്ലേ, എല്ലാ ആടിൻ്റെ വീട്ടിൽ പാത്രത്തിലും പാലാണ്, ആട്ടുംപാല്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, മക്കക്കാരന്വേഷിക്കുന്ന ആ മനുഷ്യനായിരിക്കും ഇതികൂടെ പോയിണ്ടാകുക, അദ്ദേഹത്തിൽ നിന്ന് കണ്ടുമുട്ടിയെങ്കിലെന്ന് പിന്നീട് അദ്ദേഹം ആഗ്രഹിക്കാൻ. പിന്നീട് അദ്ദേഹം മുസ്ലിമാണ്, ചരിത്രം പറഞ്ഞു. ഞാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് എന്താ പറയുക, പാല് കുടിച്ചിരുന്നു. മാത്രമല്ല ശരീരത്തിലേക്ക് വേഗത്തിൽ ആകർഷിക്കാൻ പറ്റിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി ചിലപ്പോൾ പാല് കുടിച്ചിരുന്നു. ഇതൊക്കെ ഹദീസിൽ കാണാൻ കഴിയും. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് വിഷയത്തിൽ, അതാണ് നുസ്ഖിക്കും മിമ്മ ഫി ബുത്തൂനിഹ, നിങ്ങൾക്ക് അതിൻ്റെ വയറുകളിൽ നിന്നുള്ള, അതായത് നിങ്ങൾക്ക് പാല് അള്ളാഹു നിങ്ങൾക്ക് കുടിക്കാൻ തന്നിരിക്കുന്നു. വലക്കും ഫിഹ മനാഫിഉ കസീറ, നിങ്ങൾക്ക് ഈ അൻആമുകളെ കൊണ്ട് വേറെയും ഒരുപാട് ഉപകാരങ്ങളുണ്ട്. വേറെ ഉപകാരം എന്താ?
ആട് മാട് ഒട്ടകം കൊണ്ട് വേറെന്താ പോരാൻ? തിന്നല്ലാത്ത പാലില്ലാത്ത എന്താ? അതായത് പിന്നെ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഭക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം, അതിൻ്റെ തോല് വിൽക്കാം, അതിൻ്റെ പിന്നെ രോമങ്ങൾ, ആടിൻ്റെ രോമങ്ങൾ ഉപയോഗിക്കാം, വസ്ത്രം ഉപയോഗിക്കാം. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഇത്തരം തോലുകൾ ഊറക്കിട്ടിട്ടാണ് എന്ത് ചെയ്യുക, പാത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ശരിയല്ലേ? തോൽപാത്രങ്ങൾ. അപ്പം ഇങ്ങനൊരു അതാണ് വലക്കും ഫിയ മനാഫിയ കസീറ, ഒരുപാട് ഉപകാരങ്ങൾ നിങ്ങൾക്ക് വേറെയുമുണ്ട്. വമിൻഹാ തഅകുലൂൻ, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആടിനെയും മാടിനെയും ഒട്ടകത്തെയും നമുക്ക് എന്ത് ചെയ്യാം? തിന്നൽ അനുവദനീയമാണ്. ഇതിലേത് ജിൻസ് നമുക്ക് എന്ത് ചെയ്യാം? തിന്നാം. അപ്പോൾ ഈ പിന്നെ ഇതല്ലാത്ത വസ്തുക്കൾ നമുക്ക് തിന്നാൻ പാടില്ല. അതല്ലാത്ത വസ്തുക്കൾ തിന്നാൻ പാടില്ല എന്ന് വെച്ച് ഈ പറയപ്പെട്ട ബഹിമത്തുൽ അനാമിൽ പിന്നെ ബലി അറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അല്ലാത്ത കോഴി മറ്റു സംഗതികളൊക്കെ നസ്സിൽ വന്ന കാര്യങ്ങൾ നമുക്ക് തിന്നുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ അതാണ് ഒമിൻഹാ തഅകുലൂൻ, നിങ്ങൾ അതിൽ ഭക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ മൃഗങ്ങളെ നമുക്ക് ഭക്ഷണാവശ്യാർത്ഥം എന്ത് ചെയ്യാം? അറക്കാം. ഇപ്പം ചില ആൾക്കാരെന്താ വെച്ചാൽ ഈ മൃഗസ്നേഹികളുണ്ട് നാട്ടിൽ. അതെന്ത് ചെയ്യാൻ പാടില്ല? മൃഗങ്ങളെ അറുക്കുന്നത് ഭയങ്കര ക്രൂരതയാണ്. അത് പിന്നെ എന്താ പറയുക, ഓരോട് ചെയ്യുന്ന നമുക്ക് ഭക്ഷണം വേറെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പച്ചക്കറി തിന്നണം, മുട്ട തിന്നണം, മറ്റേത് തിന്നണം ഒക്കെ പറഞ്ഞിട്ട്. ആയിക്കോട്ടെ, പറഞ്ഞോലോടെ പറഞ്ഞോട്ടെ. അള്ള പറഞ്ഞെന്താ? നമുക്ക് തിന്നാൻ കൂടി ഉണ്ടാക്കിയതാണ് ഇതൊക്കെ. ഒമിൻഹാ തഅകുലൂൻ എന്ന് പറഞ്ഞാൽ അൻആമിന് ഉണ്ടാക്കിയ ലക്ഷ്യം എന്താ? നമുക്ക് തിന്നാനാണ്. മാത്രമല്ല ലോകത്ത് ഇവ അറുത്തു പോയിട്ടില്ലെങ്കിൽ ഇവക്ക് നീ കണ്ടമാനം പെറ്റുവരികയും ഇവർ അതുകൊണ്ട് ഇടങ്ങാറാവുകയും ചെയ്യും. ഇപ്പം ഉത്തരേന്ത്യയിലൊക്കെ പോയൊക്കെ കാണാം, റോഡ് സൈഡിൽ ഇങ്ങനെ ചത്ത് കിടക്കണ്ടാവും പശുക്കൾ. അതിൽ കിടന്നിങ്ങനെ പെടയണ കാണാം. ചിലപ്പോൾ എത്രയോ റോഡ് സൈഡിൽ കാണാൻ കഴിയും. കാരണം അറക്കാൻ പറ്റില്ല. എങ്ങനെ? ആ, വീട്ടിൽ വളർത്തിയ കോഴിക്കളെ തിന്നാത്ത ആൾക്കാരാണ്. അത് തിന്നാത്തവർക്ക് പിന്നെ ഒന്നും പറഞ്ഞില്ല, അവർക്ക് തോഫീക്കില്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. കുറച്ചൊക്കെ ഞാൻ പറഞ്ഞില്ല, അവിടെ ഇതിനൊരു തോഫീക്ക് ഉണ്ടാവും, അത്ര നമുക്ക് പറയാൻ പറ്റുള്ളൂ. അള്ളാഹ് അനുവദിച്ചെന്ന് ഞാൻ തിന്നൂല എന്ന് പറയാൻ പാടില്ല. അതേ സമയത്ത് ചില ഭക്ഷണം നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല. ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ലം യഇദ് തആമൻ ഖത്തു, പ്രവാചകൻ ഒരിക്കലും ഭക്ഷണത്തെ കുറ്റം പറഞ്ഞിട്ടില്ല. വൈദസ്തഹ അഖല വൈദാ കരിഹ ലം യഅകുൽ, നബിക്ക് ഇഷ്ടപ്പെട്ട തിന്നും, ഇഷ്ടപ്പെട്ടില്ല നബി എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കൂല. അപ്പോൾ അതിൻ്റെ ഷറഹിൽ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇപ്പം നമുക്ക് ചില ആൾക്ക് ചില ഭക്ഷണം ഇഷ്ടം ഉണ്ടാവില്ല. അപ്പം എനിക്ക് ആ ഭക്ഷണം ഇഷ്ടമല്ല എന്ന് പറയാം. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹാബികൾ ഉടുമ്പ് തിന്നല്ലോ, ഉടുമ്പിൻ്റെ മാസം സഹാബത്ത് നബി തിന്നോ? നബി തിന്നില്ല. നബിക്ക് ഫിത്രത്തെ ഇഷ്ടമല്ല. ഉടുമ്പോ? എരുന്ത് കറാത്തല്ല. ഞണ്ട് പിന്നെ ഏത് കടലിലെ ഞണ്ട് തിന്നാൻ പറ്റുള്ളൂ. അതായത് പിന്നെ കരയിലും കടലിലും ഉള്ള ജീവികൾ തിന്നാൻ പറ്റില്ല. മനസ്സിലല്ലേ? ആമ പോലത്തെ ആമന് ചില പണ്ഡിതന്മാർക്ക് പറഞ്ഞ് തിന്നാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഏത് ആമയാണ്? കടലിലാമ, വെള്ളത്തിൽ മാത്രം ജീവിക്കണ ജീവാണെങ്കിൽ. ഞാൻ പറഞ്ഞ വിഷയം അതല്ല. പിന്നെ അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭക്ഷണത്തെ എന്ത് ചെയ്യാൻ പാടില്ല? അധിക്ഷേപിക്കാൻ പാടില്ല. അതേ സമയത്ത് ഇപ്പം നമ്മളൊരു കല്യാണത്തിന് അയാൾക്ക് ഭക്ഷണം ഉണ്ടാക്കുക, ഓർഡർ കൊടുത്ത് അയാൾ ചോറ്റിൽ ഉപ്പ് ഏറിട്ട്, അപ്പം ഞാൻ ചീത്ത പറയാൻ പാടില്ലേ? അതിലൂടെ പറഞ്ഞു തബ്ബാഹിൻ്റെ അയബ് പറയാം, ഭക്ഷണം ഉണ്ടാക്കിയവൻ്റെ അയബ് നമുക്ക് പറയാം. അത് ഓൻ്റെ മിസ്റ്റേക്കാണ്, ഭക്ഷണത്തിൻ്റെ മിസ്റ്റേക്കല്ല. അതേ സമയത്ത് ഒരു ഉണ്ടാക്കപ്പെട്ട ഭക്ഷണം എന്താപ്പത് പറയാൻ പാടില്ല. അതേസമയത്ത് ഇതിനെന്തെങ്കിലും അയബ് തബ്ബാഹിൻ്റെ ഭാഗത്തു നിന്ന് അഥവാ ഭക്ഷണം ഉണ്ടാക്കിയ ആളുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അത് പറയാമെന്നല്ലാതെ ഇതിൽ പിന്നെ ഉപ്പ് കൂടുതലുണ്ട്, അല്ലെങ്കിൽ പുളി കൂടുതലുണ്ട്, അതിൽ മധുരമില്ല എന്നൊക്കെ പറയാം. അതേസമയത്ത് എന്തൊരു ചായപ്പിൻ്റെ കോലം, അത് പറയാൻ പാടില്ല. അത് അയവ് ഭക്ഷണത്തിനാണ്. അത് ഒരു ഫുഡിനെ ആക്ഷേപിക്കാൻ പാടില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട തിന്ന, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? തിന്നാതിരിക്കുക. ശരിയല്ലേ?
എങ്ങനെ ബോട്ടിയോ? ഓല് തിന്നവർക്ക് ഞാൻ തന്നില്ല. ബോട്ടി തിന്നവർക്ക് അതിൻ്റെ ചൂരുമണൊക്കെ പറ്റുന്നവർക്ക് എന്ത് തിന്നോളൂ. ഇനി ഇസ്ലാമിൽ വിരോധിക്കപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു വെച്ചാൽ അതേത് ഭക്ഷണമാണെങ്കിൽ അങ്ങനെ തന്നെ. പോരത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരുന്നു പിന്നെ ഈ ചുരങ്ങുണ്ടല്ലോ, ചുരങ്ങ കുമ്പളങ്ങൊക്കെ. നബി കറി കണ്ടാൽ നബി അത് പ്രത്യേകം എടുത്ത് തിന്നു. അതൊക്കെ ഇഷ്ടമുള്ള ഭക്ഷണമായിരുന്നു. ശരി, അത് നബി എടുത്ത് തിന്നും. അതേസമയത്ത് ഉടുമ്പാണെങ്കിൽ നബി തിന്നൂല. ആടാണെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെട്ട ഇറച്ചിയുടെ ഏത് ഭാഗമാണ്? ഈ മറ്റേ വാരിലിൻ്റെ ഇറച്ചിയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് സഹാബത്ത് ആടിനറുത്താൽ ആടിൻ്റെ വാരിലിൻ്റെ ഭാഗം കൊണ്ട് അത് ഈ പിന്നെ ഔ മഖ്തലത ബി അളമി എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. എല്ലിനോട് ചേർന്ന ലഹമ്, അതിന് ടേസ്റ്റ് കൂടുതലുണ്ടാവും. വെറും ഇറച്ചിയല്ല. ഔ മഖ്തലത ബി അളമിൻ, ബനൂ ഇസ്രായേലിൻ്റെ അള്ളാഹ് ഹറാമാക്കിയിരുന്നു. അതുപോലെ ഫിത്നുണ്ട്. അത് ടേസ്റ്റുള്ള ഭക്ഷണമാണ്. അപ്പം അതൊക്കെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. വിമർദ്ദിച്ചാൽ അള്ളാഹു അതാണ് വമിൻഹ തഅക്കുൽ. അപ്പം നാൽക്കാലികളെ കൊണ്ട് അങ്ങനെയും ഒരുപാട് ഉപകാരങ്ങൾ മനുഷ്യന്മാർക്കുണ്ട്. അവർക്ക് ഭക്ഷ്യ യോഗ്യമാണ്. അപ്പം ഇറച്ചി തിന്നണം ശരിക്ക്. കാരണം എന്തുകൊണ്ട് റസൂലുള്ളാഹി തിന്നിട്ടുണ്ട്. മാത്രമല്ല സ്വർഗത്തെപ്പറ്റി പറഞ്ഞു വലഹ്മു തൈരി മിമ്മാ യശ്തഹൂൻ. സ്വർഗത്തിലെന്തുണ്ട്? ഇറച്ചിണ്ട്. സ്വർഗത്തിലും ലഹമുണ്ടാവുന്ന പറഞ്ഞു. ഇപ്പോൾ ദുനിയാവൊന്നും ലഹമ തിന്നണമെന്ന് കുഴപ്പമില്ല. പക്ഷെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കത് തിന്നാൽ മറ്റെന്തെങ്കിലും ഉപദ്രവം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അയാൾക്ക് തൽക്കാലം എന്ത് ചെയ്യണം? അത് ഒഴിവാക്കണം. ഇസ്ലാമിലുണ്ടല്ലോ തിന്നാച്ചനൊക്കെ പാടെ തിന്നാൻ പറ്റില്ല. അത് അയാൾ വേറെ ഹുക്കുമായിരിക്കും അയാൾക്ക് ഉണ്ടാകുക. അതാണ് വമിൻഹ തഅക്കുലൂൻ എന്ന് പറഞ്ഞു. ലക്കും ഫിഹാ മനാഫിഉ കസീറ വമിൻഹ തഅക്കുലൂൻ. പിന്നെ ഒരായത്തും കൂടി വഅലൈഹ ഫഅലൽ ഫുൽകി തുഹ്മലുൻ. അതുകൂടി പറഞ്ഞ അടുത്ത ആയത്ത് പിന്നെ വേറെ വിഷയമാണ്. അതിൻ്റെ പുറത്ത് വഅലൈഹ, അതിൻ്റെ പുറത്തും വഅലൽ ഫുൽകി, കപ്പലിൻ്റെ മുകളിലും തുഹ്മലുൻ, നിങ്ങൾ അഥവാ ആ പിന്നെ മൃഗങ്ങളെ നിങ്ങൾക്ക് വാഹനമായി ഉപയോഗിക്കാം. അതുപോലെ തന്നെ കപ്പലിനെയും നിങ്ങൾക്ക് വാഹനമായി അള്ളാഹു എന്തിരിക്കുന്നു പിന്നെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തിയിരിക്കും. ഒട്ടകത്തെ വാഹനമാക്കി ഉപയോഗിക്കാം. അതുപോലെ തന്നെ പശുവിനെ വാഹനമാക്കിയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ സാധാരണയായിട്ട് പശു അങ്ങനെ ഉപയോഗിക്കപ്പെടുന്ന ജീവിയല്ല. അതാണ് വാലേഹ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും ഒട്ടകമാണ്. ഒട്ടകത്തിൻ്റെ മുകളിൽ എന്ത് ചെയ്യും? യാത്ര ചെയ്യാം. അത് ആ ഒട്ടകത്തെ ബുദ്ധിമുട്ടിക്കലല്ല. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ ഓവർലോഡ് പാടില്ല. ഇപ്പം ഈ ഹദീസിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹുവിൻ്റെ റദീഫായിട്ട് പോയ യാത്ര സംഭവിച്ച ഹദീസ് വിശദീകരിച്ച് വരുമ്പോൾ വെച്ചാൽ ഒരു മൃഗമാണെങ്കിൽ പോലും, ഒരു കഴുതിയാണെങ്കിൽ പോലും ആ മൃഗത്തിന് താങ്ങാൻ കഴിയാത്ത ഭാരം അതിൻ്റെ പുറത്ത് വെക്കാൻ പാടില്ല. ആ മൃഗത്തിന് താങ്ങാൻ കഴിയാത്തതിൻ്റെ അത്രയും ആളുകൾ അതിന് പുറത്ത് യാത്ര ചെയ്യാനും പാടില്ല. അതുകൊണ്ടല്ലോ ഓവർലോഡ് ഇവിടെയൊക്കെ തെറ്റാണല്ലോ. നമ്മുടെ നാട്ടിൽ എന്താണ് നിയമവിരുദ്ധമാണല്ലോ. അത് വണ്ടിക്ക് വേദനയാണോണ്ടല്ല, നമുക്ക് അപകടം പറ്റണോണ്ടാണ്. പക്ഷെ ഇവിടെ ഒട്ടകത്തിന് എന്ത് ചെയ്യും? അത് പ്രയാസം ഉണ്ടാക്കും. അതുകൊണ്ട് അപ്പുറത്തേക്ക് പോകാൻ അതാണ് വാലേഹ വാലൽ ഫുൽക്കി തുഹ്മലു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വഹിപ്പിക്കപ്പെടുന്നു എന്നർത്ഥം. അപ്പോൾ ഇതാണ് ആയത്ത്. ഇനി അടുത്ത ആയത്ത് മുതൽ വേറെ വിഷയമാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി പിന്നീട് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു എന്നല്ലവരാ നല്ല മാതാപിതാക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം സ്വർഗ്ഗം നൽകാതിരിക്കുമാറാവട്ടെ. അവരെയും നമ്മയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد. السلام عليكم ورحمة الله.